പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു? ജോബിൻ്റെ സംസാരമാണ്. അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഇന്ന് 13-ാം ദിവസമാണ് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ ഒരു ഭക്തനാണ്, ഒരു ദാസനാണ് ജോബ്. ജോബിൻ്റെ സുഖ ജീവിതം സാത്താൻ കയ്യേറാൻ പറ്റിയില്ല. ലോകം മുഴുവൻ ചുറ്റി കർത്താവിൻ്റെ സിംഹാസനത്തിലേക്ക് കയറി വന്നപ്പോൾ യേശുനാഥൻ ചോദിക്കുന്നു, നീ സാത്താനെ എവിടെ നിന്നും വരുന്നു? അപ്പോൾ അവൻ പറയുന്നു, ഞാൻ പട്ടണമെല്ലാം ജോലിയെല്ലാം ചുറ്റിക്കറങ്ങി വരികയാണ്. അപ്പം എൻ്റെ ദാസനായ ജോബിനെ നീ കണ്ടില്ലേ? ദാസനായ ജോബിനെ നീ കണ്ടില്ലേ? അവനെപ്പോലെ സത്യസന്ധനായ ഈ ഭൂമിയിൽ തന്നെ ആരുണ്ടെന്ന് സാത്താനോട് ചോദിച്ച് സാത്താന് വിട്ടുകൊടുക്കുകയാണ് കർത്താവ്. അങ്ങനെ ജോബിൻ്റെ ഭവനത്തിലേക്ക് സാത്താൻ കയറി ഒക്കെ നശിപ്പിച്ചു കളയുകയാണ്. അവസാനം ദൈവത്തെ പഴിക്കാതെ വന്നപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് കയറി. പക്ഷെ ദൈവമായ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ ജീവൻ മാത്രം നീ തൊട്ടുപോകരുത്, ജീവനിൽ കൈവയ്ക്കാൻ പാടില്ല, ബാക്കിയെല്ലാം ചെയ്തു. അതുകൊണ്ട് സാത്താൻ ജോബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മൊത്തം നശിപ്പിച്ച് കളഞ്ഞു, മക്കളെയും ഒക്കെ നശിപ്പിച്ച് കൊന്നു കളഞ്ഞു. ശരീരത്തിൽ വ്രണങ്ങളാൽ ഇരിക്കുമ്പോൾ ജോബ് ഇന്ന് ജോബിനോട് സംസാരിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടി ജോബ് സംസാരിക്കുന്നു. അതിന് ശ്രമിക്കാം. ജോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള തിരുവചനം. ശ്രമിക്കാം. ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോബ് പറയുന്നു, ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയണ എന്തിനാണെന്നാണ്. ഇന്നലെ മുഴുവൻ നമ്മൾ കണ്ട് വിനിയാകുന്നില്ല. സുഹൃത്തുക്കൾ വന്നിട്ട് ജോബിനെ കുറ്റം പറയുന്നു, അത് കാരണമാണ് നിനക്ക് ഈ ഗതിക്കുന്നത്, അതാണ് ഇതിനെ കുറ്റം വിധിക്കുന്നത്. അപ്പം ജോബ് പറയുന്നു, ഞാൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു, നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. ജോബ് പറയുന്നു, ഞാൻ നിങ്ങളെക്കാൾ ഉന്നതനാണ്, നിങ്ങളെക്കാൾ താഴെയുള്ളവനല്ല ഞാൻ. എനിക്കെല്ലാം അറിയാം. ദൈവത്തെ അറിയാം, മനുഷ്യനെ അറിയാം ജോബിന്. കാരണം ജോബ് വളരെ സമ്പത്തുള്ളൊരു കുടുംബമായിരുന്നു. ഒരുപാട് ഒട്ടകങ്ങളും ആടുകളും പശുക്കളും ജോലിക്കാരൊക്കെ ഉള്ള ഒരു സമ്പന്നൻ. ഒറ്റ നിമിഷം കൊണ്ട് അടിച്ച് തകർത്ത് കളഞ്ഞു സാത്താൻ. കർത്താവുമായിട്ടൊരു യുദ്ധം സാത്താൻ ഉടമ്പടി വെച്ചപ്പോൾ കർത്താവ് ജോബിൻ്റെ വേലി അടിച്ചു കൊടുത്തു, സാത്താൻ പ്രവേശിച്ചു. ഇതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സംരക്ഷണം. അത് നമ്മുടെ ഭവനത്തിന് ചുറ്റും, മക്കൾക്ക് ചുറ്റും, കുടുംബത്തിന് ചുറ്റും, സമ്പത്തിനെല്ലാം ചുറ്റും വേലി കെട്ടിക്കഴിഞ്ഞാൽ സാത്താനല്ല ഒരു ദുഷ്ടശക്തിക്കും ആ കുടുംബത്തിൻ്റെ മേലോ ആ സമ്പത്തിൻ്റെ മേലോ കൈവയ്ക്കാൻ അധികാരമില്ല, നടക്കില്ല. കാരണം ദൈവമായ കർത്താവ് വേലി കെട്ടണം.
അവൻ്റെ അറിവില്ലാണ്ട് ആ വേദിക്കകത്ത് ഒരു ദുഷ്ടശക്തിയോട് കയറി വരാൻ പറ്റുകയില്ല. 3-ാം വാക്യം, ഞാൻ സർവശക്തനോട് സംസാരിക്കും പറയുന്നുണ്ട്. ആരാണ് സർവശക്തൻ? അവർ ദൈവമായ കർത്താവാണ്. ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. അത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവും. ഹല്ലേലൂയ. ദൈവവുമായി ഞാൻ ന്യായവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. ദൈവമായിട്ട് ഒരു കൂടിക്കാഴ്ച, ഒരു സംഭാഷണം ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്ന് ജോബ് തന്നെ പറയുന്നു. നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു ഉണ്ടാ കർത്താവുമായിട്ടൊരു ബന്ധമില്ലാണ്ട് അവിടത്തെ പോലെ ഇവിടത്തെ പോലെ അവിടെ എന്ന് പറഞ്ഞ് നമ്മൾ നടന്നാൽ ജോബ് പറയുന്നത്, നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു, നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ്. കർത്താവിനെ വില കൊടുക്കാണ്ട് വ്യാജമായി നുണ പറഞ്ഞൊക്കെ സംസാരിക്കുമ്പോൾ ജോബ് പറയുന്നത്, നിങ്ങളാകട്ടെ വ്യാജം കൊണ്ട് വെള്ള പൂശുന്നു. വീണ്ടും പറയുന്നു, നിങ്ങൾ വിലയില്ലാത്ത വൈദ്യന്മാരാണ്. വിലയില്ലാത്ത വൈദ്യന്മാർ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. വിലയില്ലാത്ത വൈദ്യന്മാർ, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനും കാണിക്കാനും ഒക്കെ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നു. പക്ഷെ എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളത് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ മൗനം പാലിച്ചിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ജ്ഞാനം തരുമായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ നുണയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താതെയൊക്കെ ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം തരുമായിരുന്നു. 6-ാം വാക്യം, ഇപ്പോൾ എൻ്റെ ന്യായവാദം ശ്രവിക്കുവിൻ. അഭ്യർത്ഥനകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ? നിങ്ങൾ ദൈവത്തെ ഓർത്ത് നുണ പറയുന്നു. ദൈവത്തിന് വേണ്ടി നുണ പറയുന്നു. 100% ജനവും നുണ പറയുന്നവരാണ്. നുണ പറയാതിരിക്കാൻ പറ്റില്ല അവർക്ക്. ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തി നുണയെ കൂട്ടുപിടിക്കും. നുണ എന്ന് ഉദ്ദേശിക്കുന്നത് പറയണമെന്ന് തന്നെയല്ല. നുണക്കഥകൾ കണ്ടാലും അവൻ നുണയാണ്. നുണക്കഥകൾ കണ്ട് രസിച്ചാൽ അവൻ നുണ പറയുന്നതിന് തുല്യമാണ്. അതാണ് അവൻ ചോദിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നുണ പറയുമോ? അവിടത്തേക്ക് വേണ്ടി വഞ്ചന സംസാരിക്കുമോ? ദൈവമായ കർത്താവിന് വേണ്ടി വഞ്ചന സംസാരിക്കുമോ? കർത്താവിനെ തള്ളി പറയുന്നവരുണ്ടല്ലേ പലരും. കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ചിട്ട് അവനൊരു ബഹുമാനമില്ലാണ്ട് അല്ലേ പോകുന്ന എത്രയോ അറിയുന്നില്ല. ക്രിസ്ത്യാനിയായി പോയതുകൊണ്ട് പള്ളിയിൽ പോകുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, അവൻ്റെ അമ്മയെ ആരാധിക്കുന്നു, ആൾ ജീവിച്ചു പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തോട് പക്ഷാപാതം കാണിക്കുന്നു. ജോബ് ചോദിക്കും. ജോബിനെ കുറ്റം പറഞ്ഞവരെ ഓർത്തിട്ട് ജോബ് ഓരോ വാക്കുകളും ഇവരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടത്തേക്ക് വേണ്ടി ന്യായവാദം നടത്തുമോ? അവിടെ നിന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ? കർത്താവ് നമ്മളിലേക്ക് വന്നിട്ട് പരിശോധിച്ചാൽ നന്മ കണ്ടെത്തുമോ? നന്മ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ തന്നെ പാപത്തിൽ വീണു. ഒരു നുണ കഥ കണ്ടാൽ മതി, അവൻ നുണയുടെ ആത്മാവായിട്ട് മാറും. ആരാണ് നുണ? അപ്പം നുണ പറയണമെന്ന് തന്നെ ഇല്ല. നുണ കഥകളും നുണ ന്യൂസുകളൊക്കെ ഇങ്ങനെ കേട്ട്
അവൻ തന്നെ ഒരു നുണയനായിട്ടാണ് പറഞ്ഞത്. നുണയുടെ ആത്മാവിനെ കുറിച്ച് ആരാണ് നുണയുടെ ആത്മാവ്? ശേഷം അപ്പൊ കർത്താവുമായിട്ടൊരു ബന്ധം അവന് ഹല്ലേലൂയ. 9-ാം വാക്യം, അവിടുന്ന് നിങ്ങളെ പരിശോധിച്ചാൽ നിങ്ങളിൽ നന്മ കണ്ടെത്തുമോ? അല്ലെങ്കിൽ മനുഷ്യനെ വഞ്ചിക്കുന്നതും പോലെ അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മനുഷ്യനെ വഞ്ചന, അല്ല, ചതി എല്ലാം ചെയ്യും. വഞ്ചിക്കും, ചതിക്കും, നുണ പറഞ്ഞ് പറ്റിക്കും. പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ അതൊന്നും നടക്കില്ല. കർത്താവിൻ്റെ മുമ്പിൽ സത്യസന്ധമാണ്, അല്ലേ? അവൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി, അറിഞ്ഞ വ്യക്തി, നുണയില്ല, ചതിയില്ല, വഞ്ചനയില്ല, മ്ലേച്ഛതയില്ല. കർത്താവുമായി ഒരു ബന്ധം. അതാണ് ജോബ്. ഹല്ലേലൂയ. അവിടുത്തെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രഹസ്യമായി പക്ഷാഘാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശേഖരിക്കും. അവിടുന്ന് രഹസ്യമായി പക്ഷാഘാതം കാണിച്ചാൽ നിശ്ചയമായും അവിടുന്ന് നിങ്ങളെ ശേഖരിക്കും. മറ്റുള്ളവരെ കാണിച്ചിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വലിയ ആളാകാൻ നോക്കിയാലൊന്നും കർത്താവ് മനസ്സ് തുറക്കട്ടെ, കർത്താവ് അനുഗ്രഹം ചെറിയില്ല. കർത്താവ് നമ്മുടെ ഉള്ളാണ് കാണുന്നത്. അകം. നീ എങ്ങനെയുള്ള വ്യക്തിയാണ്? നീ ആരാണ്? നീ എന്നെ എങ്ങനെ അറിയുന്നു? വിശ്വനാഥിൻ്റെ ഓരോ ചോദ്യങ്ങളും നോട്ടങ്ങളും അങ്ങനെയും. 3-ാം വാക്യം, അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. അവിടുത്തെ പ്രതാപം നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. അവിടുത്തെ കുറിച്ചുള്ള നീതി നിങ്ങളുടെ മേൽ പതിക്കുകയുമില്ല. അവിടെ നിന്ന് നിങ്ങളെ ഭയപ്പെടുത്തുകയോ ശാസിക്കുകയോ ഒന്നും കർത്താവ് ചെയ്യുകയില്ല. കർത്താവ് സത്യസന്ധനാണ്. നമ്മൾ സത്യസന്ധനായി എന്നാൽ മാത്രമേ കർത്താവ് നമ്മുടെ മേൽ നിൽക്കൂ. അല്ലെങ്കിൽ കർത്താവ് മുഖം തിരിഞ്ഞു നിൽക്കും. നിങ്ങളുടെ സുഹൃതങ്ങൾ നാശത്തിൻ്റെ പഴമൊഴി ഇളക്കരുത്. നിങ്ങളുടെ സുഹൃതങ്ങൾ നാശത്തിൻ്റെ പഴമൊഴികളത്രേ. നിങ്ങളുടെ ന്യായവാദം കളിമൺ പോലെ ദുർബലമാണ്. കളിമണ്ണ് പോലെ ദുർബലമാണ്. ജോബിനെ പറ്റി വന്നവരൊക്കെ കുറ്റം പറഞ്ഞ് അങ്ങനെ ചെയ്ത കാരണമാണ്, ഇങ്ങനെ ചെയ്ത കാരണമാണ്, നിന്റെ മക്കൾ ചെയ്ത കാരണമാണ് നിനക്ക് വന്ന നാശമാണ്, ഇങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ജോബ് പറയുന്നത്, ഞാൻ കർത്താവുമായിട്ട് സംസാരിക്കാം, ഞാൻ തയ്യാറാണ്. എന്നിട്ട് ജോബ് പറയണം, നിശബ്ദരായിരിക്കുവിൻ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ നിശബ്ദരായിരിക്കുവിൻ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ നോക്കുവിൻ എന്നൊക്കെയാണ് ജോബ് പറയുന്നത്. എനിക്ക് എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഞാൻ എൻ്റെ ജീവൻ കൈയെടുക്കാനും ഒരുക്കമാണ്. ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുക്കാനും ഞാൻ ഒരുക്കമാണെന്നാണ് ജോബ് പറയുന്നത്. കർത്താവിന് വേണ്ടി ജോബ് മരിക്കാനും തയ്യാറായി. ഭാര്യ എങ്ങനെയാണോ? ഭാര്യ വരെ കുറ്റപ്പെടുത്തുകയാണ് ജോബിനെ, അല്ലേ? ഇപ്പോഴും നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ഭക്തിയായിട്ടിരിക്കുകയാണ്. രോഗം വന്നു, മക്കൾ നശിച്ചു, സ്വത്തുക്കളെല്ലാം പോയി, ഒന്നുമില്ല. ശപിച്ചിട്ട് വേറെ വഴി നോക്കാനായിട്ട് ജോബിന്റെ ഭാര്യ വരെ പറയുമ്പോൾ അവൻ്റെ സ്നേഹിതന്മാരെ എന്തായിരിക്കും പറയണം, അല്ലേ? ആലോചിച്ച് നോക്കി, ഒരു കുടുംബത്തില് കൂട്ടി യോജിപ്പിച്ച ഭാര്യ വരെ ശപിച്ചിട്ട് പോകാൻ പറയുമ്പോൾ പുറത്തുനിന്ന് വരുന്ന സുഹൃത്തുക്കൾ എന്തായിരിക്കും പറയണത്? അതിൻ്റെ ഇരട്ടിയായിരിക്കും പറയുന്നത്. നിങ്ങളുടെ ന്യായവാദം
കളിമൺ പോലെ ദുർബലമാണ്. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രത്യാശയേറ്റ എന്നെ ദൈവം വാദിച്ചാൽ തന്നെ എന്താ? പ്രത്യാശയേറ്റ എന്നെ ദൈവം വാദിച്ചാൽ തന്നെ എനിക്കെന്താ? കർത്താവ് എന്നെപ്പറ്റി പറയട്ടെ, കർത്താവ് എന്നെപ്പറ്റി സംസാരിക്കട്ടെ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ദൈവമാണെന്ന് ജോബിന് നന്നായിട്ടറിയാം. എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. അവിടുത്തെ മുഖത്തേക്ക് നോക്കി ഞാൻ വാദിക്കും. എന്നിൽ തെറ്റ് കുറ്റം കണ്ടുപിടിക്കാൻ കർത്താവിന് പോലും കഴിയില്ല. കാരണം അവൻ നിശബ്ദനായിരിക്കും. അവനാർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തവനാണ്. അതാർക്കറിയാം? ദൈവമായ കർത്താവിന് മാത്രമേ അറിയൂ. അധർമ്മി അവിടുത്തെ മുൻപിൽ വരികയില്ല. ഇതായിരിക്കും എൻ്റെ രക്ഷ. അധർമ്മി, ലപാതകി, നുണയൻ, ചതിയൻ, വഞ്ചകൻ ആരും കർത്താവിൻ്റെ മുമ്പിൽ വരികയില്ല. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങളോട് കാതിൽ മുഴങ്ങട്ടെ. എൻ്റെ വാക്കുകൾ നിങ്ങളുടെ കാതിൽ മുഴങ്ങട്ടെ. ഞാൻ എൻ്റെ ന്യായവാദം തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ നിർദ്ദോഷനെ പ്രഖ്യാപിക്കപ്പെടുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. എന്നോട് തർക്കിക്കാൻ ആരുണ്ട്? യോബ് ചോദിക്കുക, എന്നോട് തർക്കിക്കാനും എന്നെ കുറ്റപ്പെടുത്താനും ഇതെല്ലാം നിനക്ക് വന്നത് നിന്റെ വഴി വിട്ടുപോയ ജീവിതമാണെന്ന് പറയാനൊക്കെ ആരുണ്ട് എന്ന് ജോബ് ചോദിക്കുന്നത്. എന്നെ തർക്കിക്കാൻ ആരുണ്ട്? എന്നെ നിശബ്ദനാക്കി വാദിക്കാൻ ആരുണ്ട്? എൻ്റെ മിണ്ടാട്ടം മുട്ടി വാദിക്കാനും ആരുണ്ട്? നിങ്ങൾ വരുന്നു, പറയുന്നു, പോകുന്നു. ജോബൊന്നും മുണ്ടില്ല. 2 കാര്യങ്ങൾ മാത്രം എനിക്ക് നൽകുക. ഞാൻ അങ്ങിൽ നിന്നും ഒളിക്കുകയില്ല. അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്നും പിൻവലിക്കുക. ഞാൻ അങ്ങിൽ നിന്നും ഒളിക്കുകയില്ല. നിങ്ങളൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, യേശുനാഥൻ്റെ മുമ്പിൽ വെച്ചിട്ട് ജോബ് ഒളിച്ചിരിക്കെ അവർ വരുമ്പോൾ മാറി നിൽക്കുകയൊന്നും ചെയ്യില്ല. അത് നേരെ തന്നെ ചെയ്യും. എന്താണ്? അവനറിയാം അവനെങ്ങനെ ജീവിക്കുന്നതെന്ന്, സത്യസന്ധൻ. പക്ഷെ മരിച്ചിട്ട് ജോബിനെ കണ്ടിട്ട് കുറ്റം പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ എന്നിൽ നിന്നും പിൻവലിക്കുക. എന്നെ താങ്ങുന്ന നിങ്ങളുടെ കരങ്ങളൊക്കെ പിൻവലിക്കുക, വിട്ടുപോവുക. അങ്ങയെക്കുറിച്ചുള്ള ഭീതി എനിക്ക് പരിമിതനാക്കിയിരിക്കട്ടെ. എന്നിട്ടും വിളിക്കുക, ഞാൻ മറുപടി നൽകാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകാം. യേശുവിൻ്റെ നാമത്തിൽ ജോബ് സംസാരിക്കാമെന്നത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, അങ്ങ് ഉത്തരം പറയുക. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം, നിങ്ങൾ ഉത്തരം പറയുക. നിങ്ങൾ പറയുന്നില്ലേ ഓരോ കുറ്റങ്ങളൊക്കെ? അത് ഞാൻ സംസാരിക്കാം, നിങ്ങൾ ഉത്തരം പറയുക. എൻ്റെ പാപങ്ങളും അപരാധങ്ങളും ഏത്? ജോബ് ചോദിക്കുന്നു. നോക്കിയേ, ശരിയല്ലേ? എൻ്റെ പാപങ്ങളും അപരാധങ്ങളും ഏത്? എൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും എന്ന് പറയുക. എവിടെയെന്ന് പറയുക? അതവർക്ക് പറയാൻ പറ്റില്ല. എന്താണ്? അങ്ങനെയാണ് ഇങ്ങനെയെന്നുള്ളത് ഊഹിച്ച് പറയണം. സത്യമായിട്ടുള്ളത് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പം മനുഷ്യൻ വന്നിട്ട് ഒരു വ്യക്തിനെ അങ്ങനെ കൊണ്ടാണ്, അതാണ്, ഇതാണ്, അതുകൊണ്ടായത് എന്നാണ് പഴഞ്ചൊല്ല് പോലെ കുറ്റപ്പെടുത്തും. ജോബ് പറയുന്നു, നിങ്ങൾ തന്നെ പറയാം, എന്ത് പാവമാണ് എനിക്കുള്ളത്? അങ്ങ് എന്തുകൊണ്ട് മുഖം മറയ്ക്കുന്നു? എന്തുകൊണ്ട് ശത്രുവിനെ പോലെ എന്നെ കരുതുന്നു? നിങ്ങളൊക്കെ വന്നിട്ട് ഒരു ശത്രുവിനെ പോലെയാണ് അല്ലേ? ശരിയല്ല? കറക്റ്റായിട്ട് ഒരു വ്യക്തി രോഗം പിടിച്ച് നരയിക്കുമ്പോൾ വരുന്നവർ കുറ്റം പറയാൻ നോക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും, അവൻ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ അത് കുറ്റം പറയണം. അതാണ് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് അവനെ അങ്ങനെ നടത്തി കളയും. ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി കളയും. ശരിയാണ്. അതാണ് രോഗം.
കൊഴിയുന്ന ഇല അങ്ങേക്ക് ഭയപ്പെടുത്തുമോ? കൊഴിയുന്ന ഇലയെ അങ്ങ് ഭയപ്പെടുത്തുമോ? തിന്ന് വീഴുന്ന ഇല ഭയപ്പെടുത്തുമോ? ഇല്ല. ഉണങ്ങിയ പതിരിനെ അങ്ങ് അനുവാദം ചെയ്യുമോ? ഉണങ്ങിയ പതിരിനെ അങ്ങ് അനുധാവനം ചെയ്യുമോ? അങ്ങ് എനിക്കെതിരായി കഠിനമായി ആരോപണങ്ങൾ എഴുതുന്നു. എനിക്കായി കഠിനമായ ആരോപണങ്ങൾ, കുറ്റങ്ങൾ എഴുതുന്നു. പറയുകയും ചെയ്യും, അവർ എഴുതുകയും ചെയ്യും. അതാണൊരു മനുഷ്യൻ. പക്ഷെ ദൈവമായ കർത്താവ് അങ്ങനെയാണോ? അവൻ അങ്ങേയറ്റം വരെ നമ്മെ സ്നേഹിക്കുന്നവനാണ് ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എന്നെപ്പറ്റി ആരോപണങ്ങൾ അങ്ങ് എഴുതുന്നു. എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിക്കുന്നു. എൻ്റെ യൗവനത്തിലെ ചെറുപ്പം മുതലേ അകൃത്യങ്ങളുടെ ഫലം ഞാൻ അനുഭവിക്കുന്നു. സത്യസന്ധമായിട്ടാണ് ജോബ് ജീവിച്ചുകൊണ്ടേ കൊണ്ടിരിക്കുന്നു. ജോബ് തന്നെ പറയുന്നു, അങ്ങ് എൻ്റെ കാലുകൾ അമർത്തിയടിച്ചാലും എൻ്റെ വഴികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. കാൽ കൊണ്ട് തൊഴിക്കുക, അടിക്കുകയൊക്കെ ചെയ്താലും ശരി, ജോബ് പിന്മാറുന്ന പ്രശ്നമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. അവനെപ്പറ്റി കുറ്റം പറയാനോ താഴ്ത്താനോ കർത്താവിന് മാത്രമേ കഴിയാതെ വരുള്ളൂ. മറ്റുള്ളവരെല്ലാവരും കുറ്റം പറയും, താഴ്ത്തും. അവനങ്ങനെ ചെയ്തു മതി, എങ്ങനെ ചെയ്തു വന്നിട്ട് ചിലപ്പോൾ അത് എന്തുണ്ടായിരുന്നു, ഒരാൾ ജോലി സ്വത്തിൻ്റെയൊക്കെ തട്ടിപ്പാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇതിൽ പോയത്. അങ്ങനെ ചെയ്തൊക്കെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ചീഞ്ഞഴിഞ്ഞ പദാർത്ഥം പോലെയും ചെരിവിൽ വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു. മനുഷ്യൻ നശിച്ചു പോകുന്നതുകൊണ്ട് ചീഞ്ഞഴിഞ്ഞ പദാർത്ഥങ്ങൾ പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു. യോബ് പറയുന്നു, ശരിയല്ലേ? ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞങ്ങോട്ട് ഒരുത്തിനങ്ങോട്ട് വാട്ടിക്കഴിയുന്നത് ഇല വാടുന്ന പോലെ. വാടിക്കഴിയുമ്പോൾ ആ വ്യക്തി എങ്ങനെയാവും? ചീഞ്ഞഴിഞ്ഞ പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും മനുഷ്യൻ നശിച്ചു പോകുന്നു. 28-ാം വാക്യം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദൈവമായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരിശുദ്ധമേ, യേശുവിൻ്റെ പുത്രൻ്റെ സത്യസന്ധമായ ജീവൻ്റെ വചനം കേൾക്കാനും വായിക്കാനും ഞങ്ങളുടെ കണ്ണുകളെയും മധുരങ്ങളെയും ചെവിയോ കാതുകളെയും തുറക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥം ധ്യാനിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് സമയത്തും തമ്പുരാനുടെ യേശുവിനെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.